നമസ്കാരം. ക്ഷേത്രത്തിൽ മേൽമുണ്ട് ധരിച്ച് കയറുന്നതുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ആചാരങ്ങളിൽ കൈകടത്തരുതെന്നും ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരമാണെന്നും അത് സർക്കാരിനോ മറ്റോ തിരുത്താനാകില്ലെന്നും സുകുമാരൻ നായർ പറയുന്നുണ്ട്. മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പൊതുസമ്മേളനം സംസാരിക്കവെയാണ് സുകുമാരൻ നായർ ഇക്കാര്യം പറഞ്ഞത്. ഉടുപ്പിട്ട് കയറാവുന്നിടത്ത് ഉടുപ്പിട്ട് കയറാം, അതിൽ ചാതുർവർണ്ണ്യമൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. ഉടുപ്പിട്ട് കയറാൻ തീരുമാനമെടുത്ത ക്ഷേത്രത്തിൽ അത് അംഗീകരിക്കാതിരിക്കരുത്. ഉടുപ്പിട്ടുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിൽ പോകണം. ഇത് ഒരു പ്രത്യേക മതവിഭാഗത്തിനോ സർക്കാരിനോ തിരുത്താവുന്ന ആശ്രയമല്ല. ഹിന്ദുവിന് മാത്രം ഒന്നും പറ്റില്ല എന്ന പിടിവാശി അനുവദിക്കാൻ പാടില്ല. NSSന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല സന്തോഷത്തോടെ തയ്യാറായി. NSS എന്ത് പറഞ്ഞാലും അനുസരിക്കാമെന്ന് ചെന്നിത്തല പറയുന്നുണ്ട്. ഇത് വിവാദമാക്കാൻ ചിലർ ശ്രമിച്ചു. നായർ സർവീസ് സൊസൈറ്റിയിൽ ഒരു നായർ വരുന്നതിലാണ് ചിലർക്ക് പ്രശ്നം. രമേശ് ചെന്നിത്തല കളിച്ച് വളർന്ന കാലം മുതൽ ഈ മണ്ണിന്റെ സന്തതിയാണ്. അതിൽ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ടില്ല. NSSന്റെ പുത്രനാണ് അദ്ദേഹം. മക്കളുടെ രാഷ്ട്രീയം ഒരു കുടുംബത്തെ ബാധിക്കാൻ പാടില്ല. അത് നായർക്ക് മാത്രം ബാധകമാണെന്നാണ് ചിലരുടെ കൽപ്പന. വേറൊരു പുത്രനായ ഗണേഷ് കുമാർ അപ്പുറത്തിരിപ്പുണ്ട്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ചേരിയിലാണ്. എല്ലാ നായന്മാർക്കും അവർക്കിഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനുള്ള അനുവാദമുണ്ട്. അവര് കുടുംബം മറക്കരുത് എന്ന് മാത്രമേ അവരോട് പറയാനുള്ളൂവെന്നും സുകുമാരൻ നായർ പറഞ്ഞു. കാലാകാലങ്ങളായി ക്ഷേത്രങ്ങളിൽ തുടരുന്ന ആചാരങ്ങൾ ശരിയല്ലെന്ന് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു. ക്ഷേത്രങ്ങളിൽ വസ്ത്രമൂരി ദർശനം നടത്തേണ്ടതില്ലെന്ന് പറയുന്നവർ ആരാണെന്നും ജി സുകുമാരൻ നായർ ചോദിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നിലപാടിനെ പിന്തുണയ്ക്കരുതായിരുന്നുവെന്നും തെറ്റായിപ്പോയെന്നും സുകുമാരൻ നായർ പറയുന്നുണ്ട്. മന്നം ജയന്തി ആഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ കണ്ടെത്തലുകൾ ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പാണ് ക്ഷേത്രത്തിൽ താഴേക്കിടയിൽ നിന്നുള്ളവർക്ക് പ്രവേശനം അനുവദിച്ചത്. ഹിന്ദുമതത്തിലെ പല വിഭാഗങ്ങൾക്കും വിവിധങ്ങളായ ആചാരങ്ങളും വിശ്വാസങ്ങളും ഉണ്ടെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം 92ാമത് ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ ക്ഷേത്രത്തിൽ വസ്ത്രമൂരി മാറ്റി ദർശനം നടത്തുന്ന രീതിയുണ്ടെന്നും ഇത് കാലാന്തരങ്ങളിൽ മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. സച്ചിദാനന്ദ സ്വാമിയുടെ പരാമർശത്തെ പിന്തുണച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.